ടീച്ചറാണ്. അപ്പം നമ്മളിവിടെ +1 പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് +2 നമ്മുടെ ടെക്സ്റ്റ് ബുക്കും വരുന്നത്. അതിൽ യൂണിറ്റ് 6 മുതലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിലെ ചാപ്റ്റർ 3 ആണ് ഞാൻ എടുക്കുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അതാണ് നമ്മുടെ ചാപ്റ്റർ ഹെഡിങ്. ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം തന്നെ അറിയാം. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ മലയാളത്തിൽ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് an organism gives rise to its young ones. Young ones called offsprings. It's similar to itself, അതായത് similar to its parents. അപ്പം ഒരു ഓർഗാനിസം അതിന്റെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, എസെക്ഷുവലും സെക്ഷുവലും. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ലോവർ ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. അപ്പം എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു സിംഗിൾ പാരന്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ സിംഗിൾ പാരന്റ് വിത്ത് ഓർ വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് അല്ലെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്. അവിടെ ഗാമേറ്റ് ഫോർമേഷൻ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. എന്നാൽ ഒരു സിംഗിൾ പാരന്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരു സിംഗിൾ പാരന്റ് മാത്രം മതി. ഒരു ഗാമേറ്റ് ഫോർമേഷൻ ഉണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ്, അതായത് എസെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഓസ്പ്രിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും. അതായത് പാരന്റിനെ പോലെ തന്നെ ഇരിക്കും, അവരുടെ ഒരു സിറോക്സ് പോലെ ഇരിക്കും. അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ക്ലോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, അതായത് ഓപ്പോസിറ്റ് സെക്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ഓപ്പോസിറ്റ് സെക്സ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലേ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കാറുള്ളൂ. അപ്പം അതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ദ ഓപ്പോസിറ്റ് സെക്സ് ഓഫ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് പ്രോസസ്. അതായത് എന്നിട്ട് എന്ത് ചെയ്യണം? ആ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതിനകത്ത് ഓസ്പ്രിങ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഓസ്പ്രിങ്സിന് എങ്ങനെയായിരിക്കും? ദേ ആർ സിമിലർ ടു ദ പാരന്റ്സ്. എക്സാക്ട് കോപ്പീസ് ആവണമെന്നില്ല. ദേ ആർ സിമിലർ ടു ദ പാരന്റ്സ്. അച്ഛനെ അമ്മയെ പോലെ ഇരിക്കും. സാമ്യമുണ്ട്, എന്നാൽ എക്സാക്ട് കോപ്പി അല്ല. അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണെന്ന് അതിന്റെ ഡെഫിനിഷൻ നോക്കി. അതുപോലെ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എസെക്ഷുവലും സെക്ഷുവലും പഠിച്ചു. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അതാണ് ഹ്യൂമൻ reproduction. Male reproductive system. It consists of a pair of testes, male accessory ducts, male accessory glands, and male external genitalia. അപ്പം ഇത് 4 കൂടി ചേർന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ളതാണ് a pair of testes, accessory ducts, accessory glands, and external genitalia. Structure of testes. Testis is the male reproductive organ. In male, testis produce sperm. This testis is oval in shape and it is seen outside the body of the male. It is situated in a pouch called scrotum. It is situated in a pouch called scrotum. A scrotum sac എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനുള്ളിലായിട്ടാണ് ടെസ്റ്റിസ് കാണുന്നത്. ഈ ടെസ്റ്റിസ് മെയിലിന്റെ ബോഡിയുടെ ഔട്ട്സൈഡിലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബോഡിയുടെ ഔട്ട്സൈഡിൽ ഇതുള്ളതെന്ന് വെച്ചാല് ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞു, ടെസ്റ്റിസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ടെസ്റ്റിസ് ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റിസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് എളുപ്പമാണ് ഓർത്തിരിക്കാൻ. ജെനസിസ് മീൻസ് പ്രൊഡക്ഷൻ, അതായത് സ്പെർമാറ്റോസോവ, അതാണ് സ്പേം. അപ്പം സ്പേമിന്റെ പ്രൊഡക്ഷൻ ആണ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനസിസ്. അപ്പം ഈ ടെസ്റ്റിസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമാറ്റോജെനസിസ്. ഇത് നടക്കുന്നത് ടെസ്റ്റിസിനുള്ളിലാണ്. അപ്പം ഈ ടെസ്റ്റിസ് ബോഡിയുടെ ഇൻസൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുതലാണ്.
അപ്പം ആ കൂടിയ ബോഡി ടെമ്പറേച്ചറിൽ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറവാണെങ്കിൽ മാത്രമേ സ്പെർമാറ്റോജെനസിസ് നടക്കത്തുള്ളൂ. ഈ സ്പെർമാറ്റോജെനസിസിന് വേണ്ടിയിട്ട് ഒരു ഓപ്റ്റിമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ സ്ക്രോട്ടം സാക്ക് അല്ലെങ്കിൽ ഈ പൗച്ച് ഈ ടെസ്റ്റിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബോഡിയുടെ ഔട്ട് സൈഡിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാല് ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ആദ്യം ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. മെയിലിന്റെ ബോഡിയുടെ ഔട്ട് സൈഡിലാണ് ടെസ്റ്റിസ് കാണുന്നത്. ടെസ്റ്റിസിന് ഓവൽ ഷേപ്പ് ആണ്. ഈ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് സ്പേം. സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ടെസ്റ്റിസ് തന്നെയാണ്. എന്തിനാണ് ആൻഡ്രോജൻ? ആൻഡ്രോജൻ എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഹോർമോൺ ആണ്. ഈ മെയിൽ സെക്സ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? ഇതാണ് മെയിലിന്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എല്ലാം കൊടുക്കുന്നത് ഈ ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അപ്പോഴും ഈ അതുപോലെ തന്നെ നമ്മൾ ഒരു ടേം കൂടെ പറഞ്ഞു, സ്പെർമാറ്റോജെനസിസ് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത് എന്താ? ഈ ടെസ്റ്റിസിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്പെർമാറ്റോജെനസിസ്. ഇത്ര മനസ്സിലായല്ലോ? അടുത്തതായിട്ട് നമ്മൾ ടെസ്റ്റിസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിസ് കണ്ടെയ്ൻസ് about 250 compartments. 250 compartments. These compartments are called testicular compartments. Testicular lobules. Testicular lobules. The 250 compartments called testicular lobules. ഇതാണ് compartments. The internal structure of testis contains 250 compartments called testicular lobules. These are the testicular lobules. This testicular lobules contains about 1 to 3 highly coiled structures. Highly coiled structures called seminiferous tubules. Seminiferous tubules. എന്താ പറഞ്ഞേ? ഈ ടെസ്റ്റിസിനകത്ത് 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതാണ് ഓരോ കമ്പാർട്ട്മെന്റ്സ്. ഈ കമ്പാർട്ട്മെന്റ്സിനെയാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ്, അതായത് 1 മുതൽ 3 വരെയാണ് എണ്ണം പറയുന്നത്. അത് ഹൈലി കോയിൽഡ് ആണ്, ഒരുപാട് ചുരുങ്ങിയിരിക്കും. ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾസ് ഉണ്ട്, അതാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. മനസ്സിലായല്ലോ? ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതായത് ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിന്റെ ഇന്നർ ലൈനിങ് എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയ സെൽസും സെർട്ടോളി സെൽസുമാണ്. അതായത് ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനെ ഇന്റേണൽ ആയിട്ട് ഇതിനെ ലൈൻ ചെയ്ത് കാണുന്നത് 2 ടൈപ്പ് സെല്ലാണ്. ഒന്ന് സ്പെർമാറ്റോഗോണിയ സെല്ലും ഒന്ന് സെർട്ടോളി സെല്ലും. ഈ സ്പെർമാറ്റോഗോണിയ സെല്ലാണ് സ്പേം മദർ സെൽ എന്ന് പറയുന്നത്. സ്പേം മദർ സെൽ എന്ന് പറയുന്നത് ഏതാണ്? ഈ സ്പെർമാറ്റോഗോണിയ സെല്ലാണ്. ഇതൊക്കെ എവിടെയാ കാണുന്നത്? ഈ ഗ്രീൻ കളർ ട്യൂബ്, അതായത് സെമിനിഫെറസ് ട്യൂബ്യൂൾസിന് അകത്തുള്ള സെൽസ് ആണ് സ്പെർമാറ്റോഗോണിയ സെല്ലും സെർട്ടോളി സെല്ലും. സ്പെർമാറ്റോഗോണിയ സെല്ലിനെ പറയുന്നതാണ് സ്പേം മദർ സെൽ എന്ന്. അതായത് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ടെസ്റ്റിസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ ടെസ്റ്റിസിനകത്തുള്ള സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്പെർമാറ്റോഗോണിയ സെല്ല് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്തായിരുന്നു? അതാണ് സ്പെർമാറ്റോജെനസിസ്. അതായിരുന്നു സ്പെർമാറ്റോജെനസിസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്പെർമാറ്റോജെനസിസ് എന്താണെന്നുള്ളത്. പ്രൊഡക്ഷൻ ഓഫ് സ്പേം. അപ്പം ആ സ്പേം പ്രൊഡക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ സ്പെർമാറ്റോജെനസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നത് ആരിൽ നിന്നാണ്? സ്പെർമാറ്റോഗോണിയ സെല്ലിൽ നിന്നാണ്. സ്പെർമാറ്റോഗോണിയ സെല്ല് എവിടെയാണ് കാണുന്നത്? അത് സെമിനിഫെറസ് ട്യൂബ്യൂൾസിന് അകത്ത്. സെമിനിഫെറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് കാണുന്ന 2 ടൈപ്പ് സെല്ലാണ് സ്പെർമാറ്റോഗോണിയ സെല്ലും സെർട്ടോളി സെല്ലും. അപ്പോൾ നമ്മൾ ഈ സ്പെർമാറ്റോഗോണിയ സെല്ലിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഏതാ ഉള്ളത്? ഈ സെർട്ടോളി സെൽ. സെർട്ടോളി സെല്ലിന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാണുമല്ലോ. സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്തത് സ്പെർമാറ്റോഗോണിയ സെല്ലാണ്.
ഈ പ്രൊഡ്യൂസ് ചെയ്ത സ്പേമിന് എന്ത് കിട്ടണം? അതിന് ആവശ്യമുള്ള എനർജി അല്ലെങ്കിൽ ഫുഡ്, ന്യൂട്രീഷൻ കിട്ടണം. ആ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? സെർട്ടോളി സെൽ. ഇതിനാവശ്യമായ ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ് ഈ സെർട്ടോളി സെൽ. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറയാം. നമ്മുടെ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ പഠിക്കും, ഇന്റേണൽ സ്ട്രക്ചർ പഠിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞത് 250 കമ്പാർട്ട്മെന്റ്സ് കാണും. ഈ 250 കമ്പാർട്ട്മെന്റ്സിനെയാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള 2-3 സ്ട്രക്ചേഴ്സ് കാണും, ട്യൂബിൾസ് കാണും. അതാണ് സെമിനിഫറസ് ട്യൂബിൾസ്. ഈ സെമിനിഫറസ് ട്യൂബിൾസിനെ ലൈൻ ചെയ്ത് കാണുന്ന 2 ടൈപ്പ് സ്പെഷ്യൽ ടിഷ്യൂസ് ആണ് സ്പെർമാറ്റോഗോണിയയും സെർട്ടോളി സെല്ലും. സ്പെർമാറ്റോഗോണിയ എന്താ ചെയ്യുന്നത്? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോസസ് ആണ് സ്പെർമാറ്റോജെനിസിസ്. സെർട്ടോളി സെൽ എന്താ ചെയ്യുന്നത്? ഈ സ്പെർമാറ്റോഗോണിയ പ്രൊഡ്യൂസ് ചെയ്ത സ്പേമിന് എന്ത് കൊടുക്കുന്നു? ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ. ഇതുകൂടാതെ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. ഈ സെമിനിഫറസ് ട്യൂബിൾസിന് അകത്തെ കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ. ഈ സെമിനിഫറസ് ട്യൂബിൾസിന് പുറത്ത് കുറച്ച് സംഭവങ്ങളില്ലേ, കുറച്ച് സ്പേസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബിൾസ് ഈ കമ്പാർട്ട്മെന്റിനകത്ത് 2-3 എണ്ണം കോയിൽ ചെയ്ത് കിടക്കുന്നു എന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതിനിടയ്ക്കായിട്ട് കുറച്ച് സ്പേസ് ഇല്ലേ? ആ സ്പേസിനെ നമ്മൾ എന്തെന്ന് പറയും? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പം സെമിനിഫറസ് ട്യൂബിൾസിന് പുറത്തായിട്ട് ഉള്ള സ്പേസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസില് ബ്ലഡ് വെസൽസ് ഉണ്ട്. എന്താ ഉള്ളത്? ബ്ലഡ് വെസൽസ്. അതുകൂടാതെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള സെല്ല്, അതായത് ഇന്റർസ്റ്റീഷ്യൽ സെല്ല്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഉണ്ട്. അപ്പൊ സെമിനിഫറസ് ട്യൂബിൾസിന്റെ ഇൻസൈഡില് സെർമാറ്റോഗോണിയം ഉണ്ട്, സെർട്ടോളിയം ഉണ്ട്. അതായത് അടുത്ത സെമിനിഫറസ് ട്യൂബിൾസിന്റെ പുറത്തായിട്ട് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ഉണ്ട്. അതിൽ കാണുന്നതാണ് ബ്ലഡ് വെസലും ഇന്റർസ്റ്റീഷ്യൽ സെൽസും. ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസിന് പറയുന്ന മറ്റൊരു പേരാണ് ലീഡിക് സെൽസ്. ലീഡിക് സെൽസ്. ലീഡിക് സെൽസ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിന് പുറത്ത് കാണുന്ന, ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന ഇന്റർസ്റ്റീഷ്യൽ സെൽസിന് പറയുന്ന പേരാണ് ലീഡിക് സെൽസ്. ഈ ലീഡിക് സെൽസിന്റെ യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇതും എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇത് ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോഴ് കുറച്ച് പാടെന്ന് വെച്ചാല് നമ്മൾ ഈ കുറച്ച് പേരുകൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് എവിടൊക്കെയാണെന്നാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം ആദ്യമേ ടെസ്റ്റിസില് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് 250 കമ്പാർട്ട്മെന്റ്സിനാണ്. അതായത് ഒരു ടെസ്റ്റിസിനെ നമ്മൾ ഇന്റേണൽ ആയിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ആ കമ്പാർട്ട്മെന്റ്സിനകത്ത് കാണുന്ന 1 to 3 ഹൈലി കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആണ് സെമിനിഫറസ് ട്യൂബിൾസ്. സെമിനിഫറസ് ട്യൂബിൾസിനെ അകത്ത് ലൈൻ ചെയ്ത് കാണുന്നതാണ് സ്പെർമാറ്റോഗോണിയയും സെർട്ടോളി സെല്ലും. സ്പെർമാറ്റോഗോണിയ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെർട്ടോളി സെല്ല് ആ സ്പേമിന് ന്യൂട്രീഷൻസ്, നറിഷ്മെന്റ് കൊടുക്കുന്നു. ഈ സെമിനിഫറസ് ട്യൂബിൾസിന് പുറത്തായിട്ട് എന്തുണ്ടെന്നാ പറഞ്ഞാൽ കുറച്ച് സ്പേസ് ഉണ്ട്. അതിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ആ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ എന്താ ഉള്ളത്? ബ്ലഡ് വെസൽസും ഉണ്ട്, കുറച്ച് ഇന്റർസ്റ്റീഷ്യൽ സെൽസും ഉണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സെൽസിന് പറയുന്ന പേരാണ് ലീഡിക് സെൽസ്. നമ്മൾ ഇവിടെ ഈ ടേം പുതിയതാണ്, ലീഡിക് സെല്ല്. അത് അങ്ങനെ തന്നെ പഠിക്കണം. ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പഠിക്കുന്നതിനേക്കാളും ലീഡിക് സെൽ എന്ന് തന്നെ ഓർത്തിരിക്കണം. കാരണം എക്സാമിനേഷന് ലീഡിക് സെൽസ് എന്നാണ് ചോദിക്കുന്നത്. ആ ലീഡിക് സെൽസിന്റെ യൂസ് എന്താണ്? ആൻഡ്രോജനെ, അതായത് മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജനെ സെക്രീറ്റ് ചെയ്യാന്നുള്ളത്. ഇത്ര മനസ്സിലായല്ലോ? ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് മെയിൽ ആക്സസറി ഡക്സിനെ കുറിച്ചാണ്. മെയിൻ ആയിട്ടും 4 ആക്സസറി ഡക്സ് ആണുള്ളത്. പേര് പറയാം: റീഡ് ടെസ്റ്റിസ്, വോസ എഫറൻഷ്യ, എപ്പിഡിഡെമിസ്, ലാസ്റ്റ് വൺ വാസ് ഡിഫറൻസ്. അപ്പം ഇത് 4 ടേംസും നമ്മൾ നന്നായിട്ട് പറഞ്ഞു തന്നെ പഠിക്കണം. അതുപോലെ തന്നെ സ്പെല്ലിങ്ങും പഠിക്കണം. ഒന്നുകൂടി പറയാം: റീഡ് ടെസ്റ്റിസ്, വോസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. റീഡ് ടെസ്റ്റിസ്, വോസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. അപ്പം ഇത് ഇത്രയും ഈ 4 ടേം നമ്മൾ നന്നായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ യൂസ് എന്താണെന്നുള്ളത് പറയാം. നമ്മൾ പറഞ്ഞു സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനിഫറസ് ട്യൂബിൾസിനകത്താണെന്ന് പറഞ്ഞു. അതിലെ സ്പെർമാറ്റോഗോണിയം സെല്ലാണ്. അപ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം അവിടുന്ന് എങ്ങോട്ട് എത്തണം? ഈ
ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കമ്പാർട്ട്മെന്റിൽ നിന്നും, അതായത് സെമിനിഫറസ് ട്യൂബിൾസിനകത്ത് നിന്നും ഇത് റീടെസ്റ്റിലോട്ട് എത്തണം. അപ്പോഴ് ഈ seminiferous tubules opens into retestis and its turn opens to epididymis through vasa efferentia. അതായത് ഇവിടെ ഇരിക്കുന്ന സ്പേം റീടെസ്റ്റിസിൽ എത്തിയിട്ട് വാസ എഫറൻഷ്യയിലൂടെ എവിടെ എത്തുന്നു? എപ്പിഡിഡെമിസിലെത്തുന്നു. ഈ എപ്പിഡിഡെമിസ് എന്ന് പറയുന്നത് ഭയങ്കര 6 meters ലോങ് ട്യൂബാണ്. 6 meters ലോങ് ട്യൂബ്. ഈ 6 meters ലോങ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ അഴിഞ്ഞു കിടക്കുകയാണോ? അല്ല. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി കോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കരമായിട്ട് കോയിൽ ചെയ്ത് ഈ ചെറിയ രൂപത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോഴ് ഇതിനകത്താണ് നമ്മുടെ സ്പേമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോഴേ സെമിനിഫറസ് ട്യൂബിൾസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഈ എപ്പിഡിഡെമിസ് ആണ്. ഈ എപ്പിഡിഡെമിസ് എന്ന് പറയുന്നത് 6 meters ലോങ് ഹൈലി കോയിൽഡ് ട്യൂബാണ്. അപ്പോഴ് സെമിനിഫറസ് ട്യൂബിൾസിലുള്ള സ്പേം എങ്ങോട്ടാ എത്തുന്നത്? റീടെസ്റ്റിസിൽ എത്തിയതിനു ശേഷം വാസ എഫറൻഷ്യയിലൂടെ എങ്ങോട്ടെത്തുന്നു? എപ്പിഡിഡെമിസിലെത്തുന്നു. എപ്പിഡിഡെമിസിൽ ഇത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും അത് എന്ത് ചെയ്യുന്നതും വാസ് ഡിഫറൻസിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പം ഈ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു അസെൻഡിങ് ട്യൂബാണ്. ഇത് ഒരു അസെൻഡിങ് ട്യൂബാണ്. ഇത് എവിടെ നിന്നാ? എപ്പിഡിഡെമിസിൽ നിന്നും അസെൻഡ് ചെയ്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ യൂറിനറി ബ്ലാഡറിലോട്ട് ലൂപ്പ് ചെയ്യും. യൂറിനറി ബ്ലാഡറിന്റെ പുറത്ത് ലൂപ്പ് ചെയ്താണ് ഈ വാസ് ഡിഫറൻസ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ സെമിനിഫറസ് ട്യൂബിൾസിലുള്ള സ്പേം എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത്? സെമിനിഫറസ് ട്യൂബിൾസിലുള്ള സ്പേം റീടെസ്റ്റിസിൽ എത്തിയതിനു ശേഷം വാസ എഫറൻഷ്യയിലൂടെ എപ്പിഡിഡെമിസിലെത്തി വാസ് ഡിഫറൻസ് വഴി യൂറിനറി ബ്ലാഡറിനടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നമ്മള് പെയർ ഓഫ് ടെസ്റ്റിസിനെ കുറിച്ച് പഠിച്ചു, ആക്സസറി ഡക്ട്സിനെ കുറിച്ച് പഠിച്ചു. അടുത്തതായിട്ട് ആക്സസറി ഗ്ലാൻഡ്സിനെ കുറിച്ച് പഠിക്കാം. മെയിൻ ആയിട്ട് 3 ആക്സസറി ഗ്ലാൻഡ്സ് ആണുള്ളത്. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റിക് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് പെയർഡ് ആണ്, പെയർഡ് ഗ്ലാൻഡ് ആണ്. പ്രോസ്റ്റേറ്റ് അൺപെയർഡ് ആണ്. ബൾബോ യൂറിത്രൽ പെയർഡ് ആണ്. അതായത് 2 എണ്ണമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് ഒറ്റയാണ്, ഇത് 2 എണ്ണം ഉണ്ട്. അപ്പം ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് സെക്രീറ്റ്. സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് സെമിനൽ ഫ്ലൂയിഡ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഗ്ലാൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ സെക്രീറ്റ് ചെയ്യുന്നത്? ഇത് സെമിനൽ ഫ്ലൂയിഡിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെമിനൽ വെസിക്കിള് സെമിനൽ ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഈ സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന സെമിനൽ ഫ്ലൂയിഡും ഈ പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡും കൂടി ചേർന്നിട്ടാണ് സെമിനൽ പ്ലാസ്മയാകുന്നത്. സെമിനൽ പ്ലാസ്മ ഇതെന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാൻഡ് കൂടി പറഞ്ഞല്ലോ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ആണ് ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പെനിസിന് കോയിറ്റസ് ടൈമിൽ അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ടൈമിൽ വേണ്ടുന്ന ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. അപ്പം ഈ സെമിനൽ വെസിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമിനൽ ഫ്ലൂയിഡും പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡും കൂടി ചേർന്നിട്ട് സെമിനൽ പ്ലാസ്മയാകുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് സെമൻ എന്നുണ്ടാവുന്ന സെമൻ, അതായത് കോയിറ്റസ് ടൈമിൽ പുറത്തു വരുന്ന സെമൻ എന്ന് പറയുന്ന ആ സെമനകത്തുള്ള കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്, കണ്ടൻസ് എന്ന് പറയുന്നത് ഈ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടിയാണ്. സ്പേമും സെമിനൽ പ്ലാസ്മയും കൂടി ചേർന്നതാണ് ഈ സെമൻ എന്ന് പറയുന്നത്. അപ്പം അതായത് ഈ സെമൻ എടുത്തു കഴിഞ്ഞാൽ 10% മാത്രമേ എന്തുള്ളൂ? സ്പേം ഉള്ളൂ. ബാക്കി 90% സെമിനൽ പ്ലാസ്മയാണുള്ളത്. ഈ സെമിനൽ പ്ലാസ്മ എന്തിനാണെന്ന് ചോദിച്ചാല്, ഈ സെമിനൽ പ്ലാസ്മയ്ക്കകത്ത് ഫ്രക്ടോസും കാൽഷ്യവും എൻസൈംസും ഒക്കെ ഉണ്ട്. അതാണ് ഈ സ്പേമിന്റെ മോട്ടിലിറ്റിക്ക് സഹായമാകുന്നത്. സ്പേമിന്റെ മൂവ്മെന്റിനും എനർജിക്കും ഉള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് സെമിനൽ പ്ലാസ്മയാണ്. സെമിനൽ പ്ലാസ്മയിൽ നിന്നാണ് ഇതൊക്കെ സ്പേമിന് ലഭ്യമാകുന്നത്. അപ്പം ഒരു സെമൻ എടുത്തു കഴിഞ്ഞാൽ സെമനകത്ത് 10% മാത്രമാണ് സ്പേം, ബാക്കിയുള്ളത് 90% സെമിനൽ പ്ലാസ്മയാണ്. ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? സെമിനൽ ഫ്ലൂയിഡും പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡും കൂടി. സെമിനൽ ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? സെക്രീറ്റ് ചെയ്യുന്ന ആരാ? സെമിനൽ വെസിക്കിൾ. പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പൊ മെയിൻ ആക്സസറി ഗ്ലാൻഡ്സ് 3 എണ്ണമാണ്. സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും. അതിലെ സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും കൂടി ചേർന്നിട്ടാണ് സെമിനൽ ഫ്ലൂയിഡും പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് സെമിനൽ പ്ലാസ്മയാവുന്നത്. അപ്പോഴ് ബാക്കിയുള്ള ബൾബോ യൂറിത്രലിന്റെ ഫംഗ്ഷൻ എന്താ? അതാണ് കോയിറ്റസ് ടൈമിൽ അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ടൈമിൽ വേണ്ടുന്ന ലൂബ്രിക്കേഷൻ പെനിസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത പോർഷൻ, ലാസ്റ്റ് പോർഷൻ ആണ്
external genitalia. Male external genitalia, it is known as penis. It is made up of spongy tissues. It is made up of spongy tissues. It is the main copulatory organ. Male external genitalia is known as penis. It is made up of spongy tissues. It is the main copulatory organ. And when it is filled with blood, it causes erection. ഇതിനകത്ത് ബ്ലഡ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഇറക്ഷൻ ഉണ്ടാകുന്നത്. The enlarged end of the penis is known as glans penis, and it is covered by a loose fold of skin called foreskin. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് ഗാമറ്റോജെനിസിസ്, അത് സ്പെർമാറ്റോജെനിസിസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ഇതുവരെ നിങ്ങൾക്ക് പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി സംശയം ചോദിക്കാൻ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം.